കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടവും പൂച്ചെടികളും ഒക്കെ വളർത്താൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ കടയിൽ പോയി പൈസ കൊടുത്ത് വളം വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ വീട്ടിൽ ദിവസവും ബാക്കി വരുന്ന നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളവും പിന്നെ നാം അടിച്ചു വാരുമ്പോൾ കിട്ടുന്ന കരിയിലയും കുറച്ച് പച്ചിലയും ഇത് മൂന്നും മാത്രം മതി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒന്നാന്തരം കമ്പോസ്റ്റ് വളം തയ്യാറാക്കാനായിട്ട്. സവാളത്തൊലിയും അടുക്കള വേസ്റ്റും ഒക്കെ ഇട്ട് ചീഞ്ഞു നാറുമെന്ന പേടിയും വേണ്ട. വളരെ വൃത്തിയായിട്ട് എളുപ്പത്തിൽ ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോവുകയാണ്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുമല്ലോ. ഈ ഒരു കമ്പോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 3 സാധനങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് നമ്മൾ മുറ്റത്ത് നിന്നും അടിച്ചു കൂട്ടുന്ന ഉണങ്ങിയ കരിയിലകളാണ്. ഇതാണ് നാം തയ്യാറാക്കുന്ന കമ്പോസ്റ്റിൻ്റെ കാർബൺ സോഴ്സ്. പിന്നെ വേണ്ടത് പച്ചിലകളാണ്, അതല്ലെങ്കിൽ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, ചീരയുടെ തണ്ട്, കറിവേപ്പില, അല്ലെങ്കിൽ മുറ്റത്തെ ചെറിയ ചെറിയ പച്ചപ്പുല്ലുകൾ. ഇതിൽ നിന്നും നൈട്രജനാണ് നമുക്ക് ലഭിക്കുക. ഇപ്പോൾ പുല്ലിന് ഒരു ക്ഷാമം ഉണ്ടാവില്ലല്ലോ, പറമ്പ് മുഴുവനും പുല്ല് വളർന്നു നിൽപ്പുണ്ടാവും. ഇനി മൂന്നാമതായി കഞ്ഞിവെള്ളമാണ്. അത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് വേണ്ടത്. പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലെ ബാക്ടീരിയകളാണ് കമ്പോസ്റ്റ് വേഗത്തിലാവാൻ സഹായിക്കുന്നത്. ഇനി നാലാമതായി വേണ്ടത് ചാക്കോ അല്ലെങ്കിൽ പഴയ ബക്കറ്റുകളോ അങ്ങനെ ഏതെങ്കിലും ഒന്നാണ് വേണ്ടത്. ഞാനിവിടെ ചാക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം തന്നെ അടിച്ചു വാരുമ്പോൾ കിട്ടുന്ന കരിയിലകളെല്ലാം ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ചാക്കിലോ ഒക്കെ സൂക്ഷിച്ചു വെക്കണം. ഞാൻ കിട്ടുന്ന കരിയിലകളെല്ലാം ഈ കാണുന്ന പോലെ ഒരു പഴയ വാട്ടർ ടാങ്കിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള കൃഷിക്ക് ആവശ്യമുള്ള കരിയില കമ്പോസ്റ്റ് ഞാൻ ഇവിടെ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതേപോലെ കരിയില ശേഖരിച്ച് വെച്ചാൽ അത് മാവിൻ്റെയോ പ്ലാവിൻ്റെയോ വാഴയുടെയോ അങ്ങനെ ഏത് കരിയിലയും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ശരിക്കും കരിയിലയിൽ നിന്നും കാർബൺ കണ്ടൻ്റാണ് ചെടികൾ ലഭിക്കുന്നത്. കരിയിലയുടെ കൂടെ കുറച്ച് പച്ചിലകൾ കൂടി ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് നൈട്രജൻ കൂടി ലഭ്യമാവും. അതിനാൽ നല്ലൊരു വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ചാക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കാനായി 70% കരിയിലയും 30% പച്ചിലകളാണ് ചേർക്കേണ്ടത്. പച്ചിലക്ക് വേണ്ടി ചീമക്കൊന്നയോ അതല്ലെങ്കിൽ പറമ്പിലെ പുല്ലുകളോ അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പച്ചിലകൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ചാക്കിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ച് ക്വാളിറ്റിയുള്ള പൊടിഞ്ഞു പോകാത്ത ചാക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ചാക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം തന്നെ ഒരു ലെയർ കരിയില ഇട്ട് കൊടുക്കുകയാണ്. ഇലയുടെ കൂടെ പ്ലാസ്റ്റിക് കവറുകളൊന്നും പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കരിയിലയുടെ മുകളിലായിട്ട് രണ്ടാമത്തെ ലെയറായി പച്ചിലകളോ പച്ച പുല്ലുകളോ കരിയിലയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കൈകൊണ്ട് അമർത്തിയതിനു ശേഷം ഒരു 1/2 കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. കഞ്ഞിവെള്ളത്തിന് പകരം ചാണകവെള്ളമായാൽ കൂടുതൽ നല്ലത്. വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കരിയില ഇട്ട് അതിൻ്റെ മുകളിലായി പച്ചിലകൾ ഇട്ട് വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ച് നിങ്ങൾ എടുത്ത ചാക്ക് നിറയുന്നത് വരെ ലെയറായിട്ട് നിറച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ ഒഴിക്കാതെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ ഞാൻ ചെറിയ ഒരു ചാക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ ചാക്ക് എടുത്തോളൂ. ചാക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും മുകളിലായിട്ട് ഒരു 2 പിടി മണ്ണ് കൂടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം തളിച്ച് ചാക്ക് നല്ലപോലെ കെട്ടി വെയിലും മഴയും കൊള്ളാത്ത ഒരിടത്തേക്ക് മാറ്റി വെക്കണം. ചാക്കിലായാലും മറ്റു പാത്രങ്ങളിലായാലും അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ 6 ആഴ്ചക്കാലം അങ്ങനെ വെക്കണം. 6 ആഴ്ച കഴിഞ്ഞ് ചാക്കിൻ്റെ കെട്ടൊന്ന് അഴിച്ചു നോക്കിയാൽ ചാക്കിലെ കരിയിലകളും പച്ചിലകളും ഇതേപോലെ പൊടിഞ്ഞ് നല്ല ഒരു സൂപ്പർ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു കമ്പോസ്റ്റ് കുറച്ച് മണ്ണുമായി കലർത്തി ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ നിറച്ച് പച്ചക്കറി നടുകയാണെങ്കിൽ ചെടികൾ സൂപ്പറായി വളർന്ന് നിറയെ കായ്ഫലം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ ഒരിക്കലും കരിയിലകൾ കത്തിച്ച് കളയാതെ ഈ പറഞ്ഞ രീതിയിൽ സിമ്പിളായി കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.